ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് വാട്ടർ സ്വിച്ച് സിസ്റ്റം ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാനുണ്ട്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മോട്ടർ ഓൺ ആവുകയാണ്. അപ്പോൾ എന്താണ് പ്രശ്നമെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ താഴെ 4 സ്ക്രൂ ആണുള്ളത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലെന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഈ PCB കൂടി ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിനിവിടെ മറ്റൊരു 4 സ്ക്രൂ കൂടി ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ PCB. ഇതിൽ കുറച്ച് ഉറുമ്പൊക്കെ കയറി ചത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിലേയുടെ കംപ്ലൈൻ്റ് ആണോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം റിലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോർഡ് ഡയഗ്നോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ BC547 ട്രാൻസിസ്റ്റർ ഫോൾട്ടി ആയിട്ടാണ് കാണിക്കുന്നത്. ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ട്രാൻസിസ്റ്റർ ടെസ്റ്ററിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്, പക്ഷേ ഇത് 2 ഡയോഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾട്ടിയാണ്. നമുക്ക് മറ്റൊരു ട്രാൻസിസ്റ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെയിം വാല്യൂയിലുള്ള ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, ഇത് NPN ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അതിനുശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ബാക്കി 3 ട്രാൻസിസ്റ്റർ കൂടി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഫോൾട്ടി ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കാണുന്ന ഈ Q1 ആണ്, അതായത് സെൻസറിൽ നിന്നും വരുന്ന ഡ്രൈവ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ് ഫോൾട്ടി ആയത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം.
ബാക്കി ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഗുഡായിട്ടാണ് കാണിക്കുന്നത്. ഡയോഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, ഡയോഡിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, ഇവിടെ കാണുന്ന ഈ Q1 ആണ്, അതായത് സെൻസറിൽ നിന്നും വരുന്ന ഡ്രൈവ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ് ഫോൾട്ടി ആയത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം. ബാക്കി ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഗുഡായിട്ടാണ് കാണിക്കുന്നത്. ഡയോഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, ഡയോഡിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മളുടെ എല്ലാ ട്രാൻസിസ്റ്റേഴ്സും പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ ആയിരുന്നു ഡാമേജ്, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ ഈ വാട്ടർ സ്വിച്ച് സിസ്റ്റം കറക്റ്റായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സെൻസർ പൊസിഷൻ ഒന്ന് ഷോർട്ട് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ മോട്ടർ ഓൺ ആവുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സെൻസറിൻ്റെ കോണ്ടാക്റ്റ് ഷോർട്ട് ചെയ്യിക്കുമ്പോൾ കറക്റ്റായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാട്ടർ സ്വിച്ച് കറക്റ്റായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വോൾട്ടേജ് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കാദ്യം ഇൻപുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻപുട്ട് 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ വളരെ കുറച്ച് വോൾട്ടേജ് മാത്രമേ ഔട്ട്പുട്ടിലുള്ളൂ. ഇനി ഇതിൻ്റെ സെൻസർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് 231 വോൾട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മോട്ടർ തീർച്ചയായും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്